നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് കട്ടപ്പനയിൽ നിന്ന് യാത്ര ചെയ്ത് ആനവിലാസം വരെയുള്ള കാഴ്ചകളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അപ്പോൾ ആനവിലാസത്തിൽ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിരിക്കുന്ന വെള്ളാരംകുന്നിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കുമുളി കട്ടപ്പന റൂട്ടിലെ ആനവിലാസം വഴിയിൽ പ്രധാനപ്പെട്ട 3 ടൗണാണ് ഉള്ളത്. ഒന്ന് വള്ളക്കടവ് ഗ്രാമം, പിന്നെ രണ്ടാമത് ആനവിലാസം, മൂന്നാമത് വെള്ളാരംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കേട്ടോ. അപ്പം വെള്ളാരംകുന്നിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് ആനവിലാസം ഗ്രാമത്തിൻ്റെ എപ്പിസോഡായിരുന്നു. അതിനുശേഷം നമുക്ക് വീഡിയോ ഇടാൻ സാധിച്ചിട്ടില്ല, കാരണം നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന് ചെറിയ കംപ്ലൈൻറ്റ് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് എപ്പിസോഡ് ആനവിലാസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് നമ്മൾ വന്നിരിക്കുന്ന യാത്ര ഒരു കിടിലൻ കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് വെള്ളാരംകുന്ന് എന്ന് പറയുന്ന സ്ഥലം കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഒരു കിടിലൻ വൈബുള്ള ഒരു ഗ്രാമമാണ്. ഏതാണ്ട് 75-80 വർഷത്തെ പഴക്കമുള്ള ഒരു ഗ്രാമം. അതാണ് വെള്ളാരംകുന്ന് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു വഴിയുടെ വികസനത്തിലൂടെയാണ് ഈ ഗ്രാമമൊക്കെ ഇങ്ങനെ ഡെവലപ്പായി വരുന്നതെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. എന്നാണെങ്കിലും ആ വെള്ളാരംകുന്ന് ഗ്രാമത്തിലേക്ക് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്തിട്ട് നമ്മൾ വെള്ളാരംകുന്ന് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിയിട്ടോ. മനോഹരമായ ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ തെളിവുക്കുറിയായിട്ട് ആ മലയടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാരംകുന്ന് എന്നാണ് ഈ സ്കൂളിൻ്റെ പേര് കേട്ടോ. ഈ ഗ്രാമത്തിലും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന ധാരാളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഒരുപക്ഷെ ഈ ഗ്രാമത്തെ വ്യത്യസ്തമാക്കുന്നത് തന്നെ ഈ സ്കൂളായിരിക്കും കേട്ടോ. എന്താണെങ്കിലും ആ സ്കൂളിൻ്റെ കാഴ്ചകളിൽ നിന്ന് ഇനി നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് കടന്നാലോ. അപ്പം വെള്ളാരംകുന്ന് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിന് പണ്ടൊരു പേരുണ്ടായിരുന്നു കേട്ടോ. ആ പേരും ചരിത്രമൊക്കെ ഇനിയുള്ള കാഴ്ചകളിലേക്ക് ഉൾപ്പെടുത്താം. ഈ കാണുന്ന വഴി നമുക്ക് ആനവിലാസം, പത്തുമുറി, 1-ാം മൈൽ ഒക്കെ നമുക്ക് പോകാൻ പറ്റുന്ന വഴിയാണ്. ഇതിലൂടെ നമുക്ക് യാത്ര ചെയ്താലോ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ആനവിലാസം, പത്തുമുറി, 1-ാം മൈൽ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇത്. നമ്മൾ കട്ടപ്പനയിൽ നിന്ന് വന്ന വഴി ഇതാണ്. എന്താണെങ്കിലും ഇവിടെയൊക്കെ ധാരാളം താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനോടനുബന്ധിച്ച് ഇവിടെ നമുക്കൊരു ചെറിയ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും വെള്ളാരംകുന്ന് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വികസനം എത്തിയിരിക്കുന്ന ഒരു ഗ്രാമമാണ് നമ്മുടെ ഈ വെള്ളാരംകുന്ന് എന്ന് പറയുന്നത്. പേരെന്താ? പേര് കാരണന്മാരുടെ പേരായത്. അത് അന്നത്തെ കാലത്ത് വനമായിരുന്നു. ഓ, അന്നേരം വനമെല്ലാം ഇത് അന്നേരം ഒരു വ്യക്തിയുടേതായിരുന്നു ഈ 10 ഏക്കർ. അവരന്നേരം തുണ്ടായിട്ട് വിറ്റു. വിറ്റ് കഴിഞ്ഞപ്പോഴായി സിറ്റി ആയത്. അതെ, അങ്ങനെയാണ് വെള്ളാരംകുന്നുള്ള പേര്. അത് തന്നെ. ആദ്യത്തെ പഴയ കാലഘട്ടത്തിൽ എന്തിനും പേരുണ്ടായിരുന്നു? പഴയ കാലത്തെ ഒരു പേര് എന്നാ മൂങ്കിത്തൊഴു അല്ലേ? അതാണ് മാറ്റി വെള്ളാരംകുന്നായിട്ട് മാറ്റുന്നത്. നമ്മൾ ആ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് കടന്നു വന്നിട്ട് ഇപ്പം നിലവിൽ വെള്ളാരംകുന്ന് പള്ളിയിലേക്ക് കയറി പോകുന്ന ആ ഒരു ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. സെൻറ്റ് മേരീസ് ചർച്ച് വെള്ളാരംകുന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പള്ളിയുടെ പേര് കേട്ടോ. നമ്മൾ ആദ്യം നിന്ന് ആ സ്കൂളിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നിട്ട് അല്പം ഉള്ളിലേക്ക് കയറി പോയാൽ കാണാൻ പറ്റുന്ന ഒരു കിഡിലൻ ചർച്ചിൻ്റെ കാഴ്ചയാണ്. ഇതാണ് ഈ വെള്ളാരംകുന്ന് ഗ്രാമത്തിൻ്റെ പള്ളി കേട്ടോ. ഇതൊരു വെറൈറ്റി പള്ളി തന്നെയാണ്. ശരിക്കും ഈ പള്ളിമുറ്റത്ത് നിന്നാൽ തൊട്ട് താഴെയുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള പള്ളിയാണ്. ഈ പള്ളിയുടെ പേര് സെൻറ്റ് മേരീസ് ചർച്ച് വെള്ളാരംകുന്ന് എന്നാണ്. എന്നാണെങ്കിലും മനോഹരമായിരിക്കുന്ന ഒരു കിടിലൻ പള്ളി അല്ലേ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണെങ്കിലും പക്ഷേ ഇപ്പോഴും പുതുമയോടെയാണ് നിൽക്കുന്നത് കേട്ടോ.
അങ്ങനെ മനോഹരമായ ആ പള്ളിയുടെ അവിടുന്ന് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. വെള്ളാരംകുന്ന് ഗ്രാമത്തിൻ്റെ സെൻട്രൽ ജംഗ്ഷനിലേക്കാണ് ഇനി നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരെ പോയിട്ട് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുമിളിക്കും, നേരെ പോയാൽ വണ്ടിപ്പെരിയാറിനും അതുപോലെ തന്നെ വലത്തേക്ക് പോയാൽ ചെങ്കരയ്ക്കും നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പല സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ വെള്ളാരംകുന്ന് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പം നമ്മൾ വണ്ടിപ്പെരിയാർ പോകുന്ന വഴി ആ കാണുന്നതാണ്. അതിലൂടെ വണ്ടിപ്പെരിയാർ പോയി കഴിഞ്ഞാൽ നല്ല കിടിലൻ തേയിലക്കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ യാത്ര ചെയ്ത് അതൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. ഈ വഴി കുമിളിക്കുവാണ്. ഇതിലൂടെ നമുക്ക് ഏതാണ്ട് ഒരു 8 കിലോമീറ്ററൊക്കെ ഉള്ളൂ ഇവിടെ നിന്ന് കുമിളിയിലേക്ക്. എന്താണെങ്കിലും ഈ ഒരു സെൻട്രൽ ജംഗ്ഷൻ്റെ മനോഹരമായ ഒരു കാഴ്ച ഈ കുരിശുപള്ളി തന്നെയാണ് കേട്ടോ, ഒരു ഹൈലൈറ്റാണ്. അതോടൊപ്പം തന്നെ ധാരാളമായിട്ടുള്ള കടകൾ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന വഴിയുടെ സൈഡിലൊക്കെ ധാരാളം കടകളുണ്ട്. ഇതൊരു ഏലക്ക സംഭരണ കേന്ദ്രവും അതുപോലെ തന്നെ ഏലക്ക വിൽപ്പന കേന്ദ്രവും കൂടിയാണ് നമ്മൾ ഈ കാണുന്ന വെള്ളാരംകുന്ന് കേട്ടോ. ഏകദേശം 12-13 കടകൾ ഇവിടെ ഏലക്ക വ്യാപാരം നടത്തുന്ന കടകൾ ഇവിടെ ഉണ്ട്. എൻ്റെ പേര് തങ്കച്ചനാണ്. തങ്കച്ചനാണ്. ശരിക്കും ഈ വെള്ളാരംകുന്ന് പേര് വരാൻ കാരണം അതിൻ്റെ പിന്നിലൊരു ചരിത്രം ഒന്ന് പറയാമോ? പിന്നിലുള്ള ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും വല്യപ്പനും വല്യമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. അവരിവിടെ എൻകറേജ് ചെയ്ത് ഇവിടെ വന്ന് ആദ്യകാലത്ത് കുടിയേറിയ ആൾക്കാരുണ്ട്, വല്യപ്പനും വല്യമ്മയൊക്കെ. അന്ന് ഇതിലെ ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാളവണ്ടി ഓടിക്കൊണ്ട് ആങ്കുതർ റാവുത്തറുടെ ഒരു കാളവണ്ടി ഓടുന്ന റൂട്ട് മാത്രമേ ഉണ്ടായിരുന്നു വെള്ളാരംകുന്ന് എന്ന് പറയുന്നത്. വെള്ളാരംകുന്ന് എന്ന് പറയുന്നത് അന്ന് മൂങ്കിത്തൊഴു എന്നാണ് അറിയപ്പെടുന്നത്. മൂങ്കിത്തൊഴു അന്ന് കാളവണ്ടിയായിരുന്നു. കാളവണ്ടിയായിരുന്നു. ഇത് ഏത് കാലഘട്ടമായിരിക്കും ശരിക്കും പറഞ്ഞാൽ? 50 സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. അത് കഴിഞ്ഞ ഇവിടുന്ന് നമ്മുടെ പള്ളിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പള്ളിയൊക്കെ വന്നു, 2-3 കടകളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വന്ന് ഒരു അച്ഛനാണ് വെള്ളാരംകുന്ന്. അത് ഇവിടെ വെള്ളാരക്കല്ല് കൂടുതലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ഒരു വെള്ളാരംകുന്ന് എന്നുള്ള ഒരു പേര് വന്നതെന്നുള്ളതാണ്. ഇവിടെ ശരിക്കും താഴെ കുറച്ച് ബൈക്കിൻ്റെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് കേട്ടോ. അപ്പം വേറെ സംഭവം തന്നെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഈ കാണുന്ന ബിൽഡിങ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും പഴയ കാലത്തുള്ള സ്കൂളായിരുന്നു. ഇപ്പോഴും കല്ലും കൊണ്ട് പണിതിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അത് നമുക്ക് കിട്ടിയത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ സെൻട്രൽ ജംഗ്ഷൻ്റെ ഒരു ഓൾ ഓവർ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് വന്നു കഴിഞ്ഞപ്പം കുറച്ച് പൊങ്ങി റോഡ് മെയിൻ്റനൻസ് ചെയ്തപ്പം ടൗണുകളൊക്കെ താഴോട്ട് പോയ ഒരു ഫീല് നമുക്ക് കറക്റ്റായിട്ട്. ഇവരെല്ലാം ഈ ഗ്രാമത്തിലെ ആളുകളാണ് കേട്ടോ. ചേട്ടാ പേരെന്താ ചേട്ടാ? എൻ്റെ പേര് സിബി. ആനകളും പോത്തുകളും എല്ലാം കൊടുക്കുന്നതാണ്. ആങ്കുറാവത്തറ വഴിയാണിത്. പുള്ളി എവിടെ വല്ല ഭരിച്ചുകൊണ്ടിരുന്നത് രാജാവല്ല, രാജാവ് ഈ പുള്ളി ആങ്കുറാവത്തറ കൊടുത്ത സ്ഥലമാണ്. ആണല്ലേ? അലക്സ്, പീറ്റർ, ജോസ്, ഷാറോ എന്നെ എടുത്തോണ്ടിരിക്കുവായിരുന്നോ? വെള്ളാരംകുന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ നല്ല ഒരു സഹകരണ സ്നേഹമുള്ളവരാണ്. നാട്ടുമ്പുറം പോലെയല്ല. ഇപ്പോൾ ഇവിടെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പണക്കൊക്കെ കാണും, പക്ഷേ എന്തൊരു ആവശ്യം വന്ന് ഓടിച്ചെല്ലും. അങ്ങനെ ഒരു ഐക്യമുള്ള ഒരു സ്ഥലമാണ് വെള്ളാരംകുന്ന്. എല്ലാ ജാതി മതസ്ഥരും വളരെ ഐക്യവും സ്നേഹമുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം പെട്ടെന്ന് ആർക്കെങ്കിലും എന്തൊരു ആവശ്യം വന്ന് റോഡിൽ ചെറിയൊരു ആക്സിഡൻ്റ് ആയി, അപ്പം ഓടി വന്ന് ആശുപത്രി വരെ കൊണ്ടുപോകാൻ തിരിച്ച് വീട്ടിലെത്തിക്കുന്നവരുള്ള ഒരു വളരെ സ്നേഹമുള്ളൊരു ഒരു കൊച്ചു ഗ്രാമമാണ് വെള്ളാരംകുന്ന്. ഇവിടെ എല്ലാവർക്കും എല്ലാ തുല്യാവകാശം. അതന്നെ, തീർച്ചയായിട്ടും. പിന്നെ ഏറ്റവും കൂടുതൽ ഇരട്ടപ്പേരൊക്കെ ഉള്ളത് വെള്ളാരംകുന്നിലാണ്. പുഞ്ചിരി, റോയി, അങ്ങനെ കുറേ പേര് പറയച്ചാ. ഇതൊക്കെ ഇടുമ്പോൾ ആളുകൾ എനിക്കോട് നല്ല വെച്ച് തരുമോ? അങ്ങനെ കുറെ ഇരട്ടപ്പേര്. അത് വെള്ളാരംകുന്നിന്റെ പ്രത്യേകതയാണ്. വെള്ളാരംകുന്ന് ഗ്രാമത്തിന്റെ ആണോ അതോ ആളുകളുടെ ആണോ? അല്ല, ഇവിടെ എല്ലാവരും ഇപ്പം ഒരു എന്നാ പറയുന്നത്, തമാശയുടെ പേരായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ വെള്ളാരംകുന്ന്. ഓക്കെ ഓക്കെ. അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് പോകുന്ന വഴിക്കൂടെ പോയാലും നമുക്ക് വണ്ടിപ്പെരിയാർ എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ജംഗ്ഷൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനോടനുസരിച്ച് ഈ ഒരു സൈഡ് ഉണ്ടോ, ഇവിടെ എല്ലാം ഫുള്ള് ചായക്കടകളാണ്. വൈകുന്നേരം ആയാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ ഈ കുമ്മിടിയൊക്കെ പോയിട്ട് വരുമ്പോൾ മിക്കവാറും ഇവിടെ വന്ന് ചായയൊക്കെ കുടിക്കും. ഭയങ്കര തിരക്കാണ്. അതൊരു വേറൊരു വൈബ് തന്നെയാണ് ഈ മേഖല കേട്ടോ. അതോടൊപ്പം തന്നെ ഇവിടെ വേറൊരു പഴയ ബിൽഡിങ് ഞാൻ ഒരു ബോർഡ് ഇവിടെ ശ്രദ്ധിച്ചത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോഴും അതേ പഴയ പോലെ നിൽക്കുന്നതാണ്. അച്ചൂസ് കോഫി ഹൗസ് ആൻഡ് കറി പൗഡർ. പക്ഷേ ആ ബിൽഡിങ് കേട്ടോ നിങ്ങൾ അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് കാണണമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി വന്നാൽ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിനോട് ചേർന്നൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ സൈഡ് അവിടെ ഒരു ഹോട്ടലുണ്ട്. ഇവിടെയൊക്കെ മലഞ്ചരക്ക് അങ്ങനെയുള്ള കടകളാണ് ഫുള്ള് കാണുന്നത്. ഈ കടയുടെ ബോർഡ് നിങ്ങൾ കണ്ടോ, തമിഴും ഉണ്ട് മലയാളവും ഉണ്ട് കേട്ടോ. അതാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത.
അങ്ങനെ ഇതുവരെയും നമ്മൾ വെള്ളാരംകുന്ന് ഗ്രാമത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമം അല്ലേ. നമ്മൾ അടിമാലിയിൽ നിന്ന് തുടങ്ങി കുമിളിയിൽ അവസാനിക്കുന്ന 185 ദേശീയപാത ഈ ഗ്രാമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള വാഹന സർവീസുകൾ ഈ ഗ്രാമത്തിലുണ്ട് കേട്ടോ. എന്താണെങ്കിലും മനോഹരമായിരിക്കുന്ന ആംബിയൻസിൽ മനോഹരമായൊരു പള്ളിയും സ്കൂളും കുറേ സ്ഥാപനങ്ങളും ബാങ്കുകളും നിരവധിയായിട്ടുള്ള കടകളും അതുപോലെ നിരവധിയായിട്ടുള്ള ഏലക്ക വ്യാപാര കേന്ദ്രവും ഒക്കെയുള്ള ഒരു മനോഹര ഗ്രാമമാണ് നമ്മൾ ഈ കാണുന്ന വെള്ളാരംകുന്ന് എന്ന് പറയുന്ന സ്ഥലം. ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തെ മോങ്കിത്തൊഴു എന്ന് പറയുന്ന സ്ഥലം. ഈ മോങ്കി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഈറ്റയാണ്. നമ്മൾ തോട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര വലുപ്പമുള്ള ഈറ്റയാണ് കേട്ടോ. അങ്ങനെ ഈ ഈറ്റ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കാളകളെയും അതുപോലെ പോത്തുകളെയൊക്കെ കൊണ്ടുപോയി കെട്ടിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് വെള്ളാരംകുന്നിലേക്ക് മാറിപ്പോയിരിക്കുന്ന ആ ചരിത്രവും വിശേഷവുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും ഈ വെള്ളാരംകുന്ന് ഇന്ന് വികസനത്തിൻ്റെ പാതയിലാണ്. നിരവധി സ്ഥാപനങ്ങളും സ്കൂളുകളും പള്ളികളും അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള ഷോപ്പുകളും ഏലക്ക വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമൊക്കെ ആയിട്ട് വെള്ളാരംകുന്ന് അങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പം വെള്ളാരംകുന്ന് എന്ന് പറയുന്ന ഈ മനോഹര ഗ്രാമത്തിൻ്റെ കാഴ്ചകളിൽ നിന്ന് നമുക്ക് വിട പറയാല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.